ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി മക്കളെ ലാളിച്ചു വളർത്തുന്ന, കുട്ടിക്കാലം മുതൽ അവർ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ചെറുപ്പത്തിൽ ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന മക്കൾ വലുതായി കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും മാറും. തിരുവനന്തപുരം മഞ്ചൂരിൽ മകന് 15 ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് വാങ്ങി നൽകിയ ഒരു പിതാവുണ്ട്. എന്നാൽ ആ 28-കാരനായ മകന് ബൈക്ക് പോരാ, പകരം ആഡംബര കാർ വേണം. അത് പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വീട്ടിലുടലെടുത്ത തർക്കം. ഒടുവിൽ സഹികെട്ട് കമ്പിപ്പാര കൊണ്ട് മകൻ്റെ തലയടിച്ച് പിളർത്തിയ പിതാവ്. അച്ഛൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വഞ്ചൂർ സ്വദേശി ഹൃതിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ വിനയാനന്ദനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. ലക്ഷങ്ങൾ വില വരുന്ന ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് ഹൃതിക് വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മാസം 9-ന് സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് 15 ലക്ഷം രൂപ വിലയുള്ള ഒരു ആഡംബര ബൈക്ക് അച്ഛൻ വിനയാനന്ദൻ മകൻ ഹൃതിക്കിന് വാങ്ങി നൽകിയത്. എന്നാൽ തനിക്കൊരു ആഡംബരക്കാർ വേണമെന്നതായിരുന്നു ഹൃതിക്കിന്റെ അടുത്ത ആവശ്യം. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. വാക്കുതർക്കത്തിനിടെ മകൻ അച്ഛനെ ആക്രമിച്ചു. തുടർന്ന് പ്രകോപിതനായ വിനയാനന്ദൻ കമ്പിപ്പാര ഉപയോഗിച്ച് മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹൃതിക് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരിച്ചത്. സംഭവത്തിൽ അച്ഛൻ വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരുന്നു. മകൻ മരിച്ചതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ വിനയാനന്ദനെതിരെ ചുമത്തും. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്ന വിനയാനന്ദനെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.